അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് നമ്മളൊക്കെ സാധാരണ പറയുന്ന അപ്പൻഡിക്സിൻ്റെ പ്രശ്നം, അപ്പൻഡിക്സിന് വരുന്ന ഇൻഫെക്ഷൻ. അപ്പൻഡിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൻകുടൽ തുടങ്ങുന്ന ഭാഗത്ത് അവിടെ നിന്ന് താഴേക്ക് ഇലോങ്ങേറ്റ് ചെയ്ത് പോകുന്ന ചെറിയൊരു പോർഷനാണ് നമ്മൾ അപ്പൻഡിക്സ് എന്ന് പറയാം. അതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു എടുത്തു പറയേണ്ട ഒരു ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണ നമ്മുടെ ചെറുകുടലിലൂടെയും അതുപോലെ തന്നെ വൻകുടലിലൂടെയും മലം മുന്നോട്ട് നീങ്ങിപ്പോകുന്ന ആ ഒരു പ്രക്രിയ അപ്പൻഡിക്സിലും നടക്കുന്നുണ്ട്. അപ്പൻഡിക്സിലൂടെ എന്തുണ്ട്, മലം ഇങ്ങനെ അതിൻ്റെ അംശങ്ങൾ വന്നിട്ട് ഇങ്ങനെ നിൽക്കാതെ, അതായത് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഈ മലം പോകുന്നതിന് തടസ്സങ്ങൾ വരികയാണെങ്കിൽ അപ്പോഴാണ് അപ്പൻഡിക്സിൻ്റെ പ്രശ്നങ്ങൾ വരിക. അതായത് ഈ അപ്പൻഡിക്സിൻ്റെ ഓപ്പണിംഗ് ഇല്ലേ, വൻകുടലിൽ നിന്നും അപ്പൻഡിക്സ് ഈ പുറത്തേക്ക് ഇങ്ങനെ നീങ്ങിപ്പോകുന്ന ആ ഓപ്പണിങ്, അവിടെ വന്നിട്ട് വല്ല കട്ടിയുള്ള മലത്തിൻ്റെ എന്തെങ്കിലും ഭാഗമോ, അതിന് നമ്മൾ ഫീക്കോലിത്ത് എന്ന് പറയും, അങ്ങനെ എന്തെങ്കിലും ഭാഗമോ, അല്ലെങ്കിൽ ദഹിക്കാത്ത വല്ല ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലുമോ, അല്ലെങ്കിൽ വല്ല ഫോറിൻ ബോഡിയോ, അല്ലെങ്കിൽ കഴല വീക്കം കാരണമോ, എന്തെങ്കിലും കാരണം കൊണ്ട് ഈ മുഖം അപ്പൻഡിക്സിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഭാഗം, തുറക്കുന്ന ഭാഗം അടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അപ്പൻഡിക്സിലൂടെ ഇങ്ങനെ ഈ മലം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഉണ്ടാവില്ല. അപ്പൻഡിക്സ് അപ്പോൾ ഒരു അടഞ്ഞ ഒരു ക്ലോസ്ഡ് ഏരിയ ആയിട്ട് മാറും. ക്ലോസ്ഡ് ഏരിയ ആയിട്ട് മാറുന്നത് മാത്രമല്ല, അപ്പൻഡിക്സിലുള്ള നിലവിൽ ഉള്ള ഈ മലത്തിൻ്റെ അംശത്തിലുള്ള ബാക്ടീരിയ, മലം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ടല്ലോ, ഈ അണുക്കൾക്ക്, ബാക്ടീരിയാസിന് ഇപ്പോൾ അപ്പൻഡിക്സിൽ സുഖസുന്ദരമായിട്ട് വളരാനുള്ളൊരു സാഹചര്യമാണുള്ളത്. സാധാരണ അതിങ്ങനെ ഒഴുകി പോകുകയെന്നുണ്ടെങ്കിൽ, മുന്നോട്ട് പോകുകയെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വതന്ത്രമായിട്ട് വളരാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാവില്ല. പക്ഷേ ഇത് ബ്ലോക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ പടർന്ന് പെരുകാനുള്ളൊരു സാഹചര്യമുണ്ട്. അങ്ങനെ പെരുകുമ്പോഴാണ് അപ്പൻഡിക്സിൽ എന്ത് ചെയ്യുന്നത്, ഇൻഫെക്ഷൻ വരുന്നത്. അങ്ങനെ ബാക്ടീരിയാസ് അവിടെ നന്നായിട്ട് വളരുന്ന സമയത്ത് അവരെ പ്രതിരോധിക്കാൻ നമ്മുടെ ബ്ലഡിലുള്ള കോശങ്ങൾ, വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയും, ഈ പ്രതിരോധിക്കാൻ വേണ്ടി അവരും അങ്ങോട്ടേക്ക് വരും. അവിടെ ഒരു ഇൻഫെക്ഷൻ രൂപപ്പെടും. ഈ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് അപ്പൻഡിക്സിൻ്റെ അകത്ത്, അതിപ്പോൾ ഒരു ക്ലോസ്ഡ് ഏരിയ ആണ് കേട്ടോ, അടഞ്ഞൊരു ഭാഗമാണ്, അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ പഴുപ്പ് വരുന്നു. മാത്രമല്ല അവിടെ ചെറുങ്ങനെ വീങ്ങാനും തുടങ്ങുന്നു. ഈ പഴുപ്പ് വന്ന് നിറയുന്നതിനനുസരിച്ചിട്ട് അപ്പൻഡിക്സ് വീങ്ങാനും തുടങ്ങും. ഇങ്ങനെ ഈ പഴുപ്പ് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വയറുവേദന അനുഭവപ്പെടാൻ തുടങ്ങും. അപ്പൻഡിക്സിൻ്റെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് എവിടെയാണ്, പൊക്കിളിന് ചുറ്റും ഉണ്ടാവുക. പിന്നെ ക്രമേണ എന്ത് ചെയ്യുന്നു, ഈ വേദന വയറിൻ്റെ വലതുവശത്തേക്ക് താഴ്ഭാഗത്തേക്കായിട്ട് നീങ്ങിപ്പോവുകയാണ് ചെയ്യുക. മാത്രമല്ല ഈ ആൾക്ക് കടുത്ത പനിയും അതുപോലെ തന്നെ ഛർദിയും കൂടി ഉണ്ടാകും. രോഗി വരുന്ന സമയത്ത് വയറ് അമർത്തുമ്പോൾ, വയറ് നമ്മൾ പാൽപ്പേറ്റ് ചെയ്യാന്ന് പറയും, വയറ് പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പൻഡിക്സ് ആണോ എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ അപ്പൻഡിക്സ് സംശയിക്കുന്ന രോഗിയാണെങ്കിൽ ക്ലിനിക്കിലൊക്കെ ആണെന്നുവെച്ചെങ്കിൽ അവിടെ തന്നെ നമുക്ക് കൗണ്ട് നോക്കാൻ പറ്റും. കൗണ്ട് നോക്കുമ്പോൾ ബ്ലഡിൻ്റെ കൗണ്ടിൽ അണുക്കളുടെ അളവിൽ ചിലപ്പോൾ കൂടുതലൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു സാഹചര്യം കൂടെ വരികയാണെങ്കിൽ നമ്മൾ അപ്പൻഡിക്സിൻ്റെ ഇൻഫെക്ഷൻ സസ്പെക്റ്റ് ചെയ്യുകയും നമ്മൾ സ്കാനിങ് എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുക. സ്കാനിങ് എടുക്കുമ്പോൾ ചിലപ്പോൾ അപ്പൻഡിക്സ് നമുക്ക് കാണാൻ കഴിയും. അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ കേട്ടോ, അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ അപ്പൻഡിക്സ് ചിലപ്പോൾ ഇങ്ങനെ വീക്കം വന്ന പോലെയൊക്കെ കാണാൻ കഴിയും. ചില ആളുകളിൽ അപ്പൻഡിക്സിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ പുറകിലോട്ടായിരിക്കും. അതുപോലെ തന്നെ ഗ്യാസ് നിറയുന്ന സാഹചര്യങ്ങളിൽ നല്ലപോലെ വണ്ണമുള്ള ആൾക്കാരിലൊക്കെ അൾട്രാസൗണ്ട് സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പൻഡിക്സ് നമുക്ക് കാണാൻ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ ഇയാൾക്ക് വേദനയൊക്കെ ഉണ്ട് കേട്ടോ, അപ്പൻഡിക്സ് കാണാൻ കഴിഞ്ഞില്ല എന്ന് കരുതിയിട്ട് അപ്പൻഡിക്സിൻ്റെ പ്രശ്നമില്ല എന്നുള്ളതല്ല, സ്കാനിങ്ങിൻ്റെ അപര്യാപ്തത കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്തതാണ്. അത്തരം ആളുകളിൽ ചിലപ്പോൾ CT സ്കാനും നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. ചെറിയ രീതിയിലുള്ള ഒരു ഇൻഫെക്ഷനേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഈ IV ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതല്ല വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരും. ഇതിൻ്റെ കോംപ്ലിക്കേഷൻ, അപ്പൻഡിസൈറ്റിസ് നമ്മൾ സമയത്ത് നമ്മൾ ചികിത്സിക്കാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപ്പൻഡിക്സ് പൊട്ടാം എന്നുള്ളതാണ്. അതായത് ഇതിനകത്ത് പഴുപ്പ് വന്ന് നിറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഈ പഴുപ്പ് നിറയുന്നതിനനുസരിച്ചിട്ട് അപ്പൻഡിക്സ് വീങ്ങാൻ തുടങ്ങും. ഉൾഭാഗത്തിലൊരു സാധനം ഇങ്ങനെ നിറയണം, അപ്പോൾ അപ്പൻഡിക്സ് ഇങ്ങനെ വീങ്ങാൻ തുടങ്ങും. അപ്പൻഡിക്സ് നീങ്ങുമ്പോൾ അപ്പൻഡിക്സിലേക്കുള്ള രക്തയോട്ടം കോംപ്രമൈസ് ചെയ്യപ്പെടാം, രക്തയോട്ടം കിട്ടാതെ ആകാം. അങ്ങനെ വരുമ്പോൾ അപ്പൻഡിക്സിനെ ചുറ്റി നിൽക്കുന്ന ആ ടിഷ്യൂ, ആ മസിൽ എന്ത് ചെയ്യാം, നശിച്ചു പോകാം. അങ്ങനെ നശിച്ചു പോയി കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടുമ്പോൾ അതിനകത്തുള്ള പഴുപ്പ് മൊത്തം വയറിലേക്ക് പരക്കാം. പെരിട്ടോണൈറ്റിസ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് വലിയ വലിയ കോംപ്ലിക്കേഷൻസിലേക്ക്, സെപ്സിസ് പോലെയുള്ള അവസ്ഥകളിലേക്ക് വരാം.
ആൾക്ക് മരണം വരെ സംഭവിക്കാം. അപ്പോൾ ഇതാണ് അപ്പൻഡിസൈറ്റിസ്. ഇത് സമയത്ത് നമ്മൾ കണ്ടെത്തി ട്രീറ്റ് ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ചിലപ്പോൾ സർജറി, എമർജൻസി ആയിട്ട് സർജറി ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യുക.